അപ്പോൾ കൊച്ചിയിലെ പ്രധാന ലഹരി കേന്ദ്രങ്ങളിലൊന്നിൻ്റെ മറ നീക്കുകയാണ് 24. രാത്രിയായ വൈറ്റില റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ്. ലഹരി ഉപയോഗിക്കാൻ പ്രായപൂർത്തിയാകാത്തവർ പോലും ഇവിടെ എത്തുന്നുണ്ട്. കാര്യമായ പരിശോധനയില്ല. അതാണ് ലഹരി സംഘത്തിന് ധൈര്യം നൽകുന്നത്. ശ്യാംകുമാറാണ് ചേർന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാം, ഇതിപ്പോ ഈ വൈറ്റില എന്ന് പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്, വളരെ തിരക്കേറിയ ഒരു നഗരമാണ്. എന്നിട്ട് ഇപ്പോൾ ഈ പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ മൂക്കിന് താഴെയാണോ ഇത് നടക്കുന്നത്? സ്മിത പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ആയതുകൊണ്ടാണ് വൈറ്റിലയിൽ ഇതെല്ലാം നടക്കുന്നത്. കാരണം വൈറ്റില റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ 2 വശം, അതൊരു ഭാഗം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയും മറുഭാഗം മരട് പോലീസ് സ്റ്റേഷന്റെ ആരംഭവുമാണ്. ഈ അതിർത്തി തർക്കമാണ് ഇങ്ങോട്ട് പോലീസിനെ വല്ലപ്പോഴും കൂടി ഒന്ന് എത്തിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോലീസ് സ്ഥിരമായി എത്തില്ല എന്ന ഉറപ്പാണ് ലഹരി മാഫിയ സംഘത്തെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് ഇവിടെ ആയിരുന്നു. ആ കുട്ടികൾ അതെല്ലാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. ഇവിടെ ഇരുന്നായിരുന്നു അവർ ലഹരി വസ്തുക്കൾ കൊണ്ടുവരികയും അത് ഉപയോഗിച്ച് ബീഡി തയ്യാറാക്കി ഇവിടെ നിന്ന് ഉപയോഗിക്കുകയും ചെയ്തത്. രാത്രി ആയതിനാലും ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിൻ്റെ പരിമിതികളുള്ളതിനാലുമാണ് അത്ര ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടാതിരുന്നത്. ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ലഹരി മാഫിയയുടെ താവളം. കാരണം എല്ലാ സൗകര്യവുമുണ്ട്. റെയിൽവേ ഓവർബ്രിഡ്ജാണ്, അതിൻ്റെ താഴത്ത് മഴ നനയാതിരിക്കാം. ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. പോലീസോ എക്സൈസോ ഒന്നും എത്തില്ല. കൂടുതലും ചെറിയ പെൺകുട്ടികളെ അടക്കം ഇവിടെ വൈകുന്നേരം ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കൊണ്ടുവരും. മറ്റ് ആൾ താമസം ഒന്നുമില്ല. ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന പഠിക്കാൻ വന്ന് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികളാണ് പ്രധാനമായിട്ടും ഇങ്ങോട്ട് എത്തുന്നത്. അതിനിപ്പുറത്തേക്ക് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ്. മറ്റ് മദ്യവും മറ്റ് ലഹരികളും ഒക്കെ ഉപയോഗിച്ച് ബോധമില്ലാതെ വന്നു കിടക്കുന്ന ആളുകളുടെ ഒരു ഹബ്ബ് കൂടിയാണിത്. വൈറ്റില ഹബ്ബ് പോലെ തന്നെ ഒരു ലഹരി ഹബ്ബാണിത്. ആ സ്ഥലത്താണ് ഈ കുട്ടികൾ എത്തുന്നത്. വലിയ അപകടത്തിലേക്ക് അവരെ തള്ളിവിടാനും ഒരുപക്ഷെ അവർ ചെന്ന് വീഴാനും ഒക്കെ സാഹചര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്തെ ആളുകൾ ഇക്കാര്യം പറയുന്നുണ്ട്. അത്തരത്തിൽ ലഹരി മാഫിയയുടെ ഒരു വലിയ ഒളിത്താവളമായി വൈറ്റിലയ്ക്ക് കീഴിൽ തൊട്ട് വിളിപ്പുറത്ത് ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട് എന്നുള്ളത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.